തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അച്ഛൻ. കീഴാവൂർ സൊസൈറ്റി ജംഗ്ഷനിൽ വിനീതിനെയാണ് അച്ഛൻ വിജയൻ നായർ കഴുത്തിന് വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ വിനീതിനെ ആശുപത്രിയിലേക്ക് മാറ്റി. വാർത്തയുടെ വിശദവിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ എം പി ചേരുന്നു. ദേവൻ, ഈ ആക്രമണത്തിലേക്ക് നയിച്ചതിന്റെ പ്രകോപനം എന്താണ്? ഇരുവരും ഈ അച്ഛനും മകനും വൈകുന്നേരങ്ങളിൽ സാധാരണയായി മദ്യപിക്കാറുണ്ട്. രണ്ടുപേരും ഒരുമിച്ചേർന്നാണ് മദ്യപാനം നടത്തുന്നത്. ഇങ്ങനെ ഈ ദിവസങ്ങളായി അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും ഇത്തരത്തിൽ മദ്യപാനത്തിന് ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകാറുണ്ടെന്ന് എന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇന്നും അത്തരത്തിൽ ഈ അച്ഛനും മകനും ഇരുന്ന് മദ്യപിച്ചതിന് ശേഷം ഇരുവരും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. ഈ വഴക്കിൻ്റെ ഭാഗമായി വിജയൻ നായർ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് മകൻ്റെ കഴുത്തിന് വെട്ടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കീഴാവൂർ സൊസൈറ്റി ജംഗ്ഷനിൽ വിനീതിന് 35 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. വിനീതിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ മംഗലാപുരം പോലീസ് അവിടെ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയൻ നായരിനെ ഇപ്പോൾ മംഗലാപുരം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണയായി ഇരുവരും ഇത്തരത്തിൽ വീട്ടിൽ വഴക്കുണ്ടാക്കാറുള്ള പതിവാണ്. ഈ അച്ഛനും മകനോടൊപ്പം വിജയൻ നായരുടെ ഭാര്യ കൂടിയാണ് ആ വീട്ടിൽ താമസിക്കുന്നതും. ഇതിനു മുൻപും ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി എല്ലാം തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു വഴക്ക് രൂക്ഷമാവുകയും വിജയൻ നായർ ഈ വഴക്കിനിടെ വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഈ വിനീതിനെ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന രീതിയിൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിജയൻ നായർ മംഗലാപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണ്.